അല്ല, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക. ശ്രീ അൻവറിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു, അൻവർ ഒരിക്കലും ചെയ്തത് ശരിയായില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനാണ്. അദ്ദേഹം സ്വതന്ത്രനായിട്ട് തന്നെയാണ്. ഞങ്ങളെല്ലാം ആ സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹത്തിന് ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അത് ഒരിക്കലും ഒരു മുന്നണിക്കകത്ത് പറയേണ്ട രീതിയിൽ അകത്ത് വെച്ച് പറഞ്ഞ് തീർക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതാണ്. പാർട്ടി CPM-നും അദ്ദേഹം പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. ആ സമയത്ത് പുറത്തിങ്ങനെ പോയി പറയുകയും പിന്നീട് പറഞ്ഞ് അത് UDF-ന് ഉപയോഗിക്കാൻ പറ്റുന്ന, BJP-ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും തയ്യാറാവുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധം മാറുകയും ചെയ്തു. അത് തെറ്റാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുമെന്നാണ് കരുതുന്നത്. കാരണം ആദ്യം പറഞ്ഞതുപോലെ അല്ല, ജനങ്ങൾ കുറച്ചുകൂടി എക്സ്പോസ് ചെയ്ത് മനസ്സിലാവുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. ആ കാര്യം അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്. കാരണം അത് സംബന്ധിച്ച് ഇനിയും വേറെ തർക്കത്തിൻ്റെ ഒന്നും വിഷയമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ അല്ല നിൽക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയൂ. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സഹായിക്കൂ. ഇന്ത്യയിലാകെയുള്ള ഗവൺമെൻറ്റുകളിൽ ഏറ്റവും വ്യത്യസ്തമായി സാധാരണക്കാർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന എല്ലാ മേഖലയിലും, ഇന്നിപ്പോൾ ഞങ്ങൾ മാലിന്യമുക്ത പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം നടക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളല്ല, നീതി ആയോഗും അതുപോലുള്ള ഏജൻസികളാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഉൾപ്പെടെ പല സ്റ്റഡീസിലും കേരളത്തിനകത്ത് പല മേഖലയിലും മെച്ചപ്പെട്ട അവസ്ഥ വരിക. അങ്ങനെ ഒരു സംസ്ഥാനം, അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ്, അങ്ങനത്തെ ഒരു രാഷ്ട്രീയം, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ, മതനിരപേക്ഷമായ സമൂഹം, ഇതൊക്കെ ദുർബലപ്പെടുത്താൻ നിൽക്കുന്നതാണ് RSS-ഉം BJP-യും അതോടൊപ്പം തന്നെ UDF-ഉം. അതിനെ സഹായിക്കണോ വേണ്ടയോ എന്നുള്ളത് സഹായിക്കാൻ പോകുന്ന ആളുകളാണ് ആലോചിക്കേണ്ടത്. ഇടതുപക്ഷത്തിന് ഉള്ള നിലപാടുകൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ്. അതാണ് ഞങ്ങളുടെ സമീപനം.